വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന 3 ബാച്ചുകൾ SSLC +1 +2 2026 പരീക്ഷ എഴുതാൻ പോകുന്ന ഈ 3 ബാച്ചുകാരും ഇനി കാത്തിരിക്കുന്നത് അവസാനത്തെ ആ ഒരു പബ്ലിക് എക്സാമിന് തന്നെയാണ്. SSLC-കാരുടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പുതിയ ചോദ്യ പേപ്പർ ഘടന, പുതിയ ടെക്സ്റ്റ് ബുക്ക്, പുതിയ സിലബസ്, ഏറ്റവും ഒടുവിൽ ഒരു കാഷ്വൽ ടോക്ക് എന്ന രീതിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ് വൻ വിവാദങ്ങളിലേക്ക് പോയ ആ 20% സിലബസ് കുറയ്ക്കാൻ. പിന്നീട് സംഭവിച്ചത് 20% ക്വസ്റ്റ്യൻസ് കടുപ്പമാക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും അധ്യാപകരും രക്ഷകർത്താക്കളും ഉൾപ്പെടെ പാനിക് ആവുകയും ചെയ്യുന്ന സിറ്റുവേഷൻ. ആ പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് മോഡൽ എക്സാമും കഴിഞ്ഞ് ഇതാ ഇപ്പോൾ പബ്ലിക് എക്സാമിന്റെ പടിവാതിക്കൽ നിൽക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ബാച്ച് SSLC വിദ്യാർത്ഥികളെ പ്രത്യേകം എടുത്ത് പറഞ്ഞേ മതിയാകും. അതുപോലെ തന്നെയാണ് +1. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതേ രീതിയിൽ പല സാഹചര്യങ്ങളിലും പിന്നോട്ട് പോക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള തിരിച്ചടികളും പ്രതിസന്ധികളും നേരിട്ടു. പക്ഷെ നിങ്ങളും ഇപ്പോഴിതാ ആദ്യഘട്ടം, അതായത് ഹയർ സെക്കൻഡറിയുടെ 1ാമത്തെ വർഷം എന്ന് പറയുന്ന കടമ്പയുടെ അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുന്നു. ഇനി +2വിന്റെ കാര്യം എടുത്താലോ, കഴിഞ്ഞ വർഷത്തെ വാർത്തകൾ കേട്ട് ഏറ്റവും കൂടുതൽ പേടിച്ച് ആശങ്കയോടുകൂടി പരീക്ഷയെ നോക്കിക്കണ്ട ഒരു ബാച്ചാണ് നിങ്ങളുടേത്. കഴിഞ്ഞ വർഷത്തെ കെമിസ്ട്രിയും സയൻസിന്റെ മറ്റു പല വിഷയങ്ങളുടെയും ആ ടഫ്നെസ് ലെവലും പിന്നീട് A+കളുടെ എണ്ണം കുറഞ്ഞതും ഒക്കെ നിങ്ങളെയും ഒരു തരത്തിൽ ആശങ്കയിലാക്കിയിട്ടുണ്ടാകും എന്ന് 100% ഉറപ്പാണ്. പക്ഷേ അതെല്ലാം കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് പരീക്ഷയുടെ അല്ലെങ്കിൽ പരീക്ഷണമാകാത്ത നിങ്ങളുടെ എബിലിറ്റിയെ, നിങ്ങളുടെ യഥാർത്ഥ കഴിവിനെ, നിങ്ങൾ ഇത്രയും വർഷം അല്ലെങ്കിൽ ഇത്രയും നാളുകൾ സ്കൂളുകളിൽ പോയി അധ്യാപകർ പഠിപ്പിച്ചതും സ്വന്തമായിട്ട് പഠിച്ചതും ട്യൂഷൻ ക്ലാസ്സുകളിൽ നിന്ന് കേട്ടതെല്ലാം വരുന്ന നിമിഷങ്ങളിൽ വെറും 1.5 മണിക്കൂറോ 2.5 മണിക്കൂറോ ആ ചെറിയ നിമിഷത്തിൽ നിങ്ങളുടെ മുന്നിലുള്ള പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ എന്താണ് എന്ന് ആ ഒരൊറ്റ രജിസ്റ്റർ നമ്പറിലൂടെ തെളിയിക്കേണ്ടി വരുന്ന അമൂല്യമായിട്ടുള്ള നിമിഷങ്ങളാണ്. അതായത് SSLC-കാരെ സംബന്ധിച്ച് നല്ലൊരു സീറ്റിലേക്കാണ്, അതായത് +1 +2 ഇഷ്ടപ്പെട്ട കൂട്ടുകാരോടൊപ്പം ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കാനുള്ളൊരു അവസരം. ഇനി +2-കാരെടുത്താലോ, നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന എൻട്രൻസ് എക്സാമുകളിലേക്കും ഇനി അങ്ങോട്ടുള്ള കരിയർ പാത്തിലേക്കും കൃത്യമായിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻ നേടാനും മുന്നോട്ട് കരിയർ നയിക്കാനുമുള്ള അതുല്യ അവസരം. ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പരീക്ഷയിൽ നേടുന്ന മാർക്ക് തന്നെയാണ്. നമ്മൾ ഇനി എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വെറും സർട്ടിഫിക്കറ്റുകൾ അല്ലാതെ നിങ്ങളുടെ ലൈഫ് ഡിസൈഡിങ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ 100% കോൺഫിഡൻ്റ് ആയിട്ട് പോയി പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒന്നും പഠിക്കാതെയൊന്നും ഇരുന്നിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എന്തൊക്കെയോ അറിയാം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം. ആ അറിയാവുന്ന കാര്യത്തിനെ കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക, അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് വിജയിച്ചു ഗൈസ്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, നിങ്ങളുടെ ഓരോ പരീക്ഷയ്ക്കിടയിലും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏത് ലെവലിൽ നിൽക്കുന്നുണ്ട് എങ്കിലും ഒരുപക്ഷെ നിങ്ങൾ മോഡൽ എക്സാം പേപ്പർ കണ്ടിട്ട് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട. 20% ക്വസ്റ്റ്യൻസ് കടുപ്പമാക്കുമെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട. പരീക്ഷ ഒന്നാകെ ടഫ് ആവുകയും പിന്നീട് മാർക്കുകൾ വാല്യൂഷനിൽ സ്ട്രിക്റ്റ് ആയിട്ട് കുറയ്ക്കുകയും ചെയ്യും എന്ന് പറഞ്ഞും ടെൻഷൻ അടിക്കേണ്ട. ഇതൊന്നുമല്ല, ഇതിന് വിപരീതമായിട്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് നടക്കാനും പോകുന്നത്. നിങ്ങളുടെ വാല്യൂഷനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വന്നു. ഏപ്രിൽ 7-ാം തീയതി തുടങ്ങാൻ പോകുന്നു. നിങ്ങളുടെ റിസൾട്ട് കൃത്യമായിട്ട് മെയ് 3-ാം വാരത്തോടു കൂടി മുന്നിൽ വരുമെന്ന് പറയുന്നു. നിങ്ങളെ കാത്തിരിക്കുന്ന മറ്റ് എൻട്രൻസ് എക്സാമുകളെല്ലാം വളരെ മനോഹരമായിട്ട് ഡേറ്റുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മുന്നിലുള്ള ഒരേ ഒരു കടമ്പ ഈ പരീക്ഷ തന്നെയാണ്. അതും ഇത്രയും നാൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരോടുകൂടി സ്കൂളുകളിൽ പഠിച്ചതും കണ്ടതും കേട്ടതും അവസാന സമയം റിവൈസ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ ഇനി ഡൗൺ ആകേണ്ട കാര്യമില്ല. അതായത് പഠിച്ചതൊന്നും മറന്നു പോകുമോ, ഇനി എങ്ങനെ പരീക്ഷാ ഹാളിൽ സമയം തികയുമോ? കാരണം ഒരു തവണ ഓൾറെഡി നിങ്ങളെല്ലാം പയറ്റിയതാണ് മോഡൽ എക്സാമിന്. അവിടെ നിന്ന് തങ്ങൾക്ക് ലഭിച്ച കുറ്റങ്ങളും അതുപോലെ തന്നെ പിഴവുകളും ഒക്കെ സ്വന്തമായിട്ട് പഠിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. അതെല്ലാവരും തിരുത്തിയെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇനി വളരെ കൂളായിട്ട് ആശ്വാസത്തോടു കൂടി പഠിച്ചതെല്ലാം അവസാന സമയത്ത് ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് അവിടെ പോയിരുന്ന് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ക്വസ്റ്റ്യനും കൃത്യമായി സമയം കണ്ടെത്തി അറിയാവുന്നതെങ്കിലും എഴുതുക എന്നുള്ളതാണ്. ഒരു പടി മുന്നിലേക്ക് കുതിക്കുക എന്നുള്ളതാണ്. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി വരാൻ പോകുന്ന എക്സാമുകൾ നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റട്ടെ. എല്ലാ ആശങ്കകളെയും ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇനിയുള്ള എക്സാം നാളുകൾ സൂപ്പറായിട്ട് എക്സാമിന് വേണ്ടതെന്തോ അത് നിങ്ങൾക്ക് നൽകാൻ പറ്റട്ടെ. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു.